എല്ലാവർക്കും സ്നേഹവന്ദനം. ലൂസിഫർ, എമ്പുരാൻ ഇപ്പോൾ ചർച്ചാ വിഷയം. തീർച്ചയായും എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വീണുപോയ മാലാഖ. ഇവിടെ എമ്പുരാൻ എന്ന തലക്കെട്ടിന് കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചനയുണ്ട്. എങ്ങനെയെന്നാൽ ക്രിസ്തുമതത്തിൽ തമ്പുരാൻ എന്നത് അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നതും സ്തുതിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഏറ്റവും ഉയർന്ന പദമായിട്ടാണ് തമ്പുരാൻ പരാമർശിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കും നിങ്ങൾ, ഇവിടെ കത്തോലിക്കർ മാത്രമല്ല ക്രൈസ്തവർ ദൈവത്തെ ക്രിസ്തുവിന് തമ്പുരാനായി കണക്കാക്കപ്പെടുന്നു. മിക്ക പ്രസംഗങ്ങളിലും ദൈവത്തെ തമ്പുരാൻ എന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കും, ഇവിടെ തമ്പുരാൻ എന്ന വാക്ക് ദൈവത്തെ സൂചിപ്പിക്കാൻ എന്ന പേരിലാണ് നേർ വിപരീതമായി ഈ എമ്പുരാൻ എന്ന വാക്ക് തമ്പുരാൻ്റെ പകരം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗൂഢാലോചന അല്പം നമുക്ക് തടുക്കാൻ പറ്റും എന്ന് പറയാം. പൃഥ്വിരാജ് ലൂസിഫർ സിനിമയിലെ എമ്പുരാൻ എന്ന പാട്ടിൽ നിന്നാണ് കൃത്യമായി ഇത് വിശദീകരിച്ച് അടുത്ത സിനിമയ്ക്ക് എമ്പുരാൻ എന്ന് പേര് കൊടുത്തത്. എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രാജാവിനേക്കാൾ വലുതും ദൈവത്തെക്കാൾ താഴ്ന്നതുമായ ഒരു മാലാഖയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും താഴ്ന്ന ഒരു ദൂതനെയാണ് എമ്പുരാനായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര്? ബൈബിളിൽ. ഇത് വ്യക്തമായി ഈ പൃഥ്വിരാജ് ഈ വാക്കിനെ അടർത്തിയെടുത്ത് ലൂസിഫർ ചെയ്തതിന് ശേഷം എമ്പുരാൻ എന്ന വാക്ക് ചേർത്ത് അവിടെ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ ഈ ദിവസങ്ങളിൽ ഒന്നാം പാർട്ട് ലൂസിഫർ, രണ്ടാം പാർട്ട് എമ്പുരാൻ. മൂന്നാം പാർട്ടിൻ്റെ അതിൻ്റെ ക്ലിപ്സ് കാണാൻ സാധിച്ചത് ഇങ്ങനെയാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിക്ചർ അത് ക്രൈസ്തവ സമൂഹത്തിന് വിപരീതമായി ക്രൈസ്തവർ അംഗീകരിക്കുന്ന എതിർ ക്രിസ്തുവിനെ അനുയോജിക്കുന്ന വിധത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി ലൂസിഫർ എന്ന വാക്ക് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചർച്ചാ വിഷയം. ലൂസിഫർ എന്ന വാക്ക് ബൈബിളിനകത്ത് ഉണ്ട്. അതെങ്ങനെയാണ് ചോദിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങൾ അത് മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിർത്തി വീണു? ഇവിടെ മലയാളത്തിൽ ശുക്ര, അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ വേടൊന്ന് വായിച്ചേ: ഹൗ ആർട്ട് ദു ഫാളൻ ഫ്രം ഹെവൻ. ദെൻ ശ്രദ്ധിക്കുക അടുത്തത്: ഓ ലൂസിഫർ, സൺ ഓഫ് ദി മോർണിംഗ്, ഹൗ ആർട്ട് ദി കട്ട് ഡൗൺ ടു ദി ഗ്രൗണ്ട് വിച്ച് ഡിസ് ടു വീക്കൻ ദി നേഷൻസ്. കണ്ടോ, അവിടെ മലയാളത്തിൽ വായിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? അരുണോദയ പുത്രൻ ശുക്ര എന്ന് വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഓ ലൂസിഫർ, സൺ ഓഫ് ദി മോർണിംഗ്. കണ്ടോ, അപ്പോൾ അവിടെ ബൈബിളിൽ ഇംഗ്ലീഷ് പദത്തിൽ ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കഥാകൃത്തും ഒരു സംവിധായകരും ഒരു സിനിമ സൃഷ്ടിക്കുമ്പോൾ വ്യക്തമായി പഠിച്ചിട്ടല്ലാതെ അവർ ചെയ്യില്ല. പഠിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിളിന് അനുഗ്രഹമായിട്ടും ബൈബിളിന് അനുയോജ്യമായ വിധം ചെയ്തു എന്നുള്ളതല്ല. ലൂസിഫർ എന്ന വാക്ക് ബൈബിളിൽ നിന്ന് കടമെടുക്കുകയും ബൈബിളിൽ നിന്ന് അടർത്തി എടുത്തു തന്നെയാണ് ലൂസിഫർ എന്ന വാക്ക് സിനിമയ്ക്ക് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ സിനിമയിലെ സാത്താൻ, സിനിമയിലെ അന്തിക്രിസ്തു എന്നാണ് ഈ പൃഥ്വിരാജിനെ ഇപ്പോൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ ബൈബിളിനകത്തുണ്ട്. ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ പടത്തിന് ലൂസിഫർ ആണ്. രണ്ടാമത് ആ പേര് ഇടേണ്ടതിന് പകരം അതോട് ചേർത്തുള്ള പേര്, ആ പേരിന് സാദൃശ്യമാകുന്ന പേര് ഉണ്ടോ? ലൂസിഫർ, വീണവൻ. അതുപോലെ അടുത്ത അതുപോലുള്ള പേര് കണ്ടെത്തി എമ്പുരാൻ എന്ന് പറഞ്ഞാൽ താഴെ വീണുപോയ മാലാഖ. സെയിമാണ് ലൂസിഫറും ഈ വീണുപോയ മാലാഖയും. ലൂസിഫറും എന്ന് പറഞ്ഞാൽ ലൂസിഫർ എമ്പുരാനും സെയിമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ പൃഥ്വിരാജ് സിനിമ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിന് സിനിമയെ കാണാം എന്ന് തന്നെയാണ് പറയുന്നു എങ്കിലും ഇത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചില ഭാഗങ്ങൾ ക്രൈസ്തവൻ്റെ ബൈബിളും ക്രൈസ്തവൻ വിശ്വാസത്തിനും എതിരെ പ്രകീർത്തിക്കുകയും അത് ദേശത്ത് എന്താ പറയുക, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ കാണുന്നതാണ്, ഒത്തിരി ആൾക്കാർ അത് വീക്ഷിക്കുന്നതാണ്, ഒരുപാട് പേർ അതിന് പിന്നാലെ പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരം സംഭവങ്ങൾ
അവിടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ, കാരണം ലോകത്ത് ലൂസിഫർ 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 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിശാചിനെയാണ്, സാത്താനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പൃഥ്വിരാജ് സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമ പൃഥ്വിരാജിനെ പറ്റി പറയുന്ന വാക്ക് തന്നെ ഉറപ്പിച്ചു പറയുന്നു, സിനിമയിലെ അന്തിക്രിസ്തു തന്നെയാണ് ഈ പൃഥ്വിരാജ്. കാര്യം കണ്ടോ, അതുകൊണ്ടു പറയാം, ലൂസിഫർ എന്ന പേര് ആദ്യം കൊടുത്തു, രണ്ടാമത് അതേപടി ചേർന്ന് വരുന്ന പദമുള്ള എമ്പുരാൻ കണ്ടോ. ലൂസിഫർ വീണവൻ, എമ്പുരാന്റെ വാക്കും എന്താണെന്ന് അറിയാമോ, വീണുപോയ മാലാഖ. അത് ലൂസിഫർ എന്ന വാക്ക് ബൈബിളിനകത്തുണ്ട്. അതിന് ആ പേര് ചേർക്കേണ്ടതിന് പകരം വേറെ അതേ അർത്ഥമുള്ള എമ്പുരാൻ എന്ന ഭാഗം ബൈബിളിനടുത്ത് കൊടുത്തിരിക്കുന്നു. ഈ പൈശാചികത്വം ആത്മികതയിൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ, ഈ എമ്പുരാൻ എന്ന പൈശാചികത്വം പൃഥ്വിരാജ് ഈ ലോകമാസകലമുള്ള തിയേറ്ററുകളിലും വീക്ഷണങ്ങൾ കൈമാറിയിട്ടുണ്ട് എങ്കിൽ അത് സത്യമായ നല്ല സൂചന അല്ല, സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സൂചനയാണ് പൃഥ്വിരാജ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഞാൻ കണ്ടില്ല. ഈ സിനിമയുടെ ചർച്ചാ വിഷയവും അഭിപ്രായവും അനുസരിച്ച് പറയുന്നു. ഈ സിനിമയിൽ ഒരു ചർച്ചിൽ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഈ കുരിശ് തലകീഴായി മറിഞ്ഞു വീഴുന്നു. സ്വാഭാവികമായിട്ടും ആ ക്യാമറാമാന് പറ്റിയ അബദ്ധമല്ല, സംവിധായകൻ അതിന് കറക്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് അതിലെ ക്യാമറാമാൻ ആ ഭാഗം ശക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കുരിശ് ഒടിഞ്ഞു വീഴുക മാത്രമല്ല, ആ തലകീഴായി വന്ന് സ്വാഭാവികമായിട്ടും ആ കുരിശ് മറിഞ്ഞു വീഴും തകരുന്നതായിട്ട് ആ കുരിശിനെ ചിത്രീകരിക്കാൻ പറ്റും. ഏതൊരു സംവിധാനം പറ്റുമല്ലോ, ഏതൊരു ക്യാമറാമാനും സാധിക്കും. പക്ഷേ ക്യാമറാമാൻ അവിടെ മിസ്ട്രിയാണ്, പുറം നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അവിടെ സംവിധായകൻ പറഞ്ഞ ഡയറക്ഷൻ അനുസരിച്ച് ആ കുരിശ് മറിഞ്ഞു വീഴുക മാത്രമല്ല, തലകീഴായി പതിക്കുന്നതായി കാണുന്നു. കണ്ടോ, അതിനർത്ഥം എന്താ? പതിക്കുന്നു. അതങ്ങനെ പതിക്കുന്നതായി കാണിക്കേണ്ട സാഹചര്യമില്ല. ഒടിഞ്ഞു വീണ് തകർന്നു പോകുന്നതായി ആ കുരിശിനെ കാണിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ വ്യക്തമായ നിഗൂഢത ഈ ബൈബിളിനകത്തുണ്ട്. ഞാൻ പറയാ, ഇതിൽ പൃഥ്വിരാജ് വ്യക്തമായി ക്രൈസ്തവ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ആ ലൂസിഫറിന്റെ ചരിത്രത്തെയും അതിന്റെ പ്രകാശത്തെ വ്യക്തിപരമായും ഈ സമൂഹത്തെ പ്രദർശിപ്പിക്കാനാണ് ലൂസിഫറിൽ കൂടെ എമ്പുരാനിൽ കൂടെയും പൃഥ്വിരാജ് ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അത് പൃഥ്വിരാജ് കണക്ക് കൊടുക്കേണ്ടി വരും. പൃഥ്വിരാജ് മാത്രമല്ല, അതിലെ കഥാകൃത്തും അത് അണിയറ പ്രവർത്തകരും ദൈവനാമത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് ഇത് അന്യഭാഷയെ പരിഹസിച്ചുകൊണ്ടൊരു കലാകാരൻ പുറത്തിറങ്ങി. അതിനുശേഷം പിന്നെ സിനിമ എന്ന സംഭവം പുറമേന്ന് പ്രത്യക്ഷമായി അപ്രത്യക്ഷപ്പെട്ടു പോയി. ഇനി ഞാൻ പറയാൻ ഒരു കാര്യം, ഇവിടെ നമ്മുടെ ഗുരു എമ്പുരാനല്ല, എൻ്റെ ഗുരു, എൻ്റെ റബ്ബി, എൻ്റെ യേശു, എൻ്റെ തമ്പുരാനായ യേശുവാണ്. ഒന്നുകൂടെ പറയാം, എൻ്റെ ഗുരു, എൻ്റെ റബ്ബി, എൻ്റെ തമ്പുരാൻ യേശുവാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ ഏത് എമ്പുരാൻ വന്നാൽ, ഏത് ലൂസിഫർ വന്നാലും ഇവിടെ തമ്പുരാൻ യേശു മാത്രം തന്നെയാണ്. ഇത് അറിഞ്ഞ നല്ലത്, ഉണർത്തിയ നല്ലത്. അടുത്തൊരു ഭാഗം പൃഥ്വിരാജ് 3-ാം ഭാഗം പുറപ്പെടുവിക്കും മുമ്പ് ഓർത്ത് പുറത്തിറക്കുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. God bless you all.